കേരള കോൺഗ്രസ് എം LDF-ൽ നിന്നും UDF-ലേക്ക് എന്ന വാർത്തകൾ തികച്ചും അടിസ്ഥാനരഹിതം. കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് MLA കേരള കോൺഗ്രസ് LDF-ൽ ഉറച്ചു നിൽക്കുമെന്നും അദ്ദേഹം i4U ന്യൂസിനോട് പറഞ്ഞു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി MP ഇക്കാര്യം വ്യക്തമാക്കി. UDF-ന്റെ ആത്മവിശ്വാസക്കുറവ് മൂലമാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നതെന്നും സ്റ്റീഫൻ ജോർജ് കൂട്ടിച്ചേർത്തു. അടൂർ പ്രകാശ് CPI-യെയാണ് കോൺഗ്രസിലേക്ക് ക്ഷണിച്ചത്. കേരള കോൺഗ്രസ് എം ശ്രമം ഉപേക്ഷിച്ച് ഇനി CPIM-നെ ക്ഷണിക്കുന്ന നിലയിലേക്കാണ് പോകുന്നത്. LDF-ൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ് എം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന് അർഹതപ്പെട്ട സീറ്റ് ചോദിച്ചു വാങ്ങുന്നതിന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചു. കേരളത്തിൽ ഒരിക്കലും നടക്കാത്ത വികസന പ്രവർത്തനം നടത്തിയ മികച്ച മുന്നണിയാണ് LDF. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ ഒരു വോട്ടും നഷ്ടപ്പെട്ടിട്ടില്ല. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്നും വീണ്ടും LDF അധികാരത്തിൽ വരുമെന്നും സ്റ്റീഫൻ ജോർജ് പറഞ്ഞു. കേരള കോൺഗ്രസ് LDF വിടുന്നൊരു പ്രത്യേക പദ്ധതി ഉണ്ടല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അത് കുറേ നാളുകളായിട്ടുള്ള ഒരു പരസ്യമാണ്. അതിൽ യാതൊരു അർത്ഥമില്ലെന്ന് പല പ്രാവശ്യം കേരള കോൺഗ്രസ് നേതാക്കളെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തുടക്കത്തിൽ തന്നെ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി ഇക്കാര്യം വ്യക്തമാക്കിയുണ്ടായി. അതായത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, UDF-ന്റെ ഒരു കോൺഫിഡൻസ് കുറവ് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം. അത് ശരിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീ അടൂർ പ്രകാശ് UDF-ലേക്ക് ക്ഷണിച്ചത് CPI ആണ്. അപ്പോൾ കേരള കോൺഗ്രസ് ശ്രമം നടത്തി ഇപ്പോൾ CPI ക്ഷണിക്കുകയാണ്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്ന അടുത്ത CPM-നെ ക്ഷണിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യത്തിലേക്ക് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് വലിയ അർത്ഥമില്ല. കേരള കോൺഗ്രസ് വളരെ കംഫർട്ട് സോണിലാണ്. കേരള കോൺഗ്രസ് LDF-ൽ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് നിൽക്കുകയാണ്. വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് കുറേ കൂടി അർഹതപ്പെട്ട സീറ്റുകൾ നമ്മൾ ചോദിച്ചു വാങ്ങും. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിലാണ് UDF കേരള കോൺഗ്രസിനെ പുറത്താക്കി LDF-ന്റെ ഭാഗമായി മാറുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വേണ്ടതുപോലെ അത് സ്വാഭാവികമായ പ്രക്രിയ വേണ്ടതുപോലെ എല്ലാ സീറ്റും നമുക്ക് ലഭ്യമാകാൻ കഴിഞ്ഞില്ല. പുതിയതായിട്ട് സീറ്റുകൾ വർദ്ധിക്കുന്നു. കേരള കോൺഗ്രസിന് അർഹതപ്പെട്ട സീറ്റുകൾ ചോദിച്ചു വാങ്ങാൻ ഇന്നലെയുള്ള സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കേരള കോൺഗ്രസ് LDF-ൽ ഉറച്ചു നിൽക്കും. LDF വളരെ നല്ല മുന്നണിയാണ്. കേരളത്തിൽ ഒരു കാലത്ത് നടക്കാത്ത വികസന പ്രവർത്തനം നടന്നുള്ള മുന്നണിയാണ്. നിലമ്പൂർ ഇലക്ഷൻ മറ്റൊരിക്കലും നമുക്ക് രാഷ്ട്രീയം വിലയിരുത്താനോ ചർച്ച ചെയ്യാനോ കഴിയില്ല. അത് പരമ്പരാഗതമായ UDF-ന്റെ സീറ്റാണ്. അത് അൻവർ വഴിയാണ് LDF പിടിച്ചിട്ടുള്ളത്. അൻവർ മാറിയപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടായി. LDF-ന്റെ ഒരു വോട്ടും പോയിട്ടില്ല. LDF-ന്റെ വോട്ടെല്ലാം വെട്ടിയിൽ വീണു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ സംസ്ഥാനത്ത് ഒരു ഭരണവിരുദ്ധ വികാരവുമില്ല. ഈ സംസ്ഥാന ഗവൺമെൻറ് കഴിഞ്ഞ 9 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല വികസന പ്രവർത്തനം അതിനുള്ള അംഗീകാരമായി ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. ആ നിലയിൽ വീണ്ടും LDF അധികാരത്തിൽ വരാൻ കഴിയുന്ന സാഹചര്യമുണ്ട് എന്നാണ് എനിക്ക് i4U ന്യൂസ്, ഏറ്റുമാനൂർ.